കാരശ്ശേരി പഞ്ചായത്തിന്റെ വികസന സപ്ലിമെന്റ് UDF മെമ്പർമാർ കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധമുയർന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും LDFന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി പുറത്തിറക്കിയ സപ്ലിമെന്റ് UDF മെമ്പർമാർ കത്തിച്ചതിനെതിരെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും LDFന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ UDF ഭരണസമിതി അവസാന കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ പുതിയതായി അധികാരത്തിൽ വന്ന LDF ഭരണസമിതി നടപ്പാക്കുകയും പഞ്ചായത്ത് ഭരണസമിതി പുറത്തിറക്കിയ സപ്ലിമെന്റിൽ പദ്ധതികളുടെ ഉദ്ഘാടന ചിത്രങ്ങളും വാർത്തയും ഉൾപ്പെടുത്തിയതും ഭരണസമിതി അധികാരമേറ്റ ഉടൻ തന്നെ നടപ്പാക്കിയ പദ്ധതികളുടെ ചിത്രവും വാർത്തകളും ഉൾപ്പെടുത്തിയ സപ്ലിമെന്റ് കോപ്പിയാണ് UDF മെമ്പർമാർ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച് കത്തിച്ചത്. ഇതിനെതിരെയാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും LDF പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചത്. ഭരണസമിതി യോഗത്തിൽ സംയുക്തമായ തീരുമാനമെടുത്ത് നടപ്പാക്കിയ പദ്ധതികളുടെ ചിത്രങ്ങളും വാർത്തയും ഉൾക്കൊള്ളിച്ച് പഞ്ചായത്ത് പുറത്തിറക്കിയ സപ്ലിമെന്റ് UDF മെമ്പർമാർ കത്തിച്ചത് നിരുത്തരവാദിത്വവും കുറ്റകരവുമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പ്രതിഷേധം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി വികസന രംഗത്ത് വളരെ പിറകിലായിരുന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം വളരെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അടിയന്തരമായി നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു. നിരവധി പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വികസന പദ്ധതി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഒരു സപ്ലിമെൻ്റ് പഞ്ചായത്ത് ഇറക്കിയത്. ഇപ്പോൾ ഒരു ഭരണസമിതിക്ക് എന്നൊരു കൂട്ടുത്തരവാദിത്തമാണ്. ഇതെല്ലാവരുടെയും സമ്മതത്തോടെയാണ് ഈ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കുന്നത്. ഒരു ഭരണസമിതി നടപ്പാക്കിയ കാര്യങ്ങൾ ഒരു സപ്ലിമെൻറ്റിൽ ഇറക്കിയപ്പോൾ അത് ജനങ്ങളിലെത്തി. നമ്മളെ വികസന പ്രവർത്തനങ്ങളും ആ ചടുലതയും പഴയ കാലങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കുമാണ് എന്ന് കണ്ടപ്പോൾ അത് വിരളി പോണ്ടാണ്. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കത്തിക്കുക എന്ന് പറഞ്ഞത് അത് വേറൊരു രീതിയാണ്. ഒരു തീ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ശക്തമായ പ്രതിഷേധമാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ദിവ്യ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ സജി തോമസ്, മിനി കണ്ടങ്ങര, സുബൈദ മാളിയേക്കൽ, മുബഷീർ KC, ആസൂത്രണ സമിതി അംഗം KK നൌഷാദ്, അബ്ദുള്ള കുമാരനല്ലൂർ, മാന്ത്ര വിനോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൽ ഹാരിഫ്, സുനില കണ്ണങ്കര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.